ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. പ്രധാന വാർത്തകൾ. കടയ്ക്കൽ കുത്തേറ്റ് മരിച്ച യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു. പ്രതി ഒളിവിൽ. ഇടമൺ ചിറ്റാലങ്കോടുള്ള എക്സ്പ്ലോസീവ് മാഗസിന് ഗ്രാമപഞ്ചായത്ത് കെട്ടിട നിർമ്മാണ അനുമതി നിഷേധിച്ചു. തീരുമാനം ഐക്യകണ്ഠേന. താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെമ്മന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ഘോഷയാത്ര 24-ന്. വാർത്തകൾ വിശദമായി. കടയ്ക്കലിൽ കുത്തേറ്റു മരിച്ച യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു. സംഭവത്തിലെ പ്രതി കടയ്ക്കൽ ശങ്കർ നഗർ സ്വദേശി സുനിലിനെ പോലീസ് തിരയുന്നു. കടയ്ക്കൽ കുത്തേറ്റ് മരിച്ച യുവാവിന്റെ മൃതദേഹം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കടയ്ക്കൽ ചായക്കോട് സാരംഗിയിൽ പ്രസാദാണ് കുത്തേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കടയ്ക്കൽ ശങ്കർ നഗർ തിരുവോണത്തിൽ സുനിലിനെ പോലീസ് തിരയുന്നു. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് പ്രസാദിന് കുത്തേറ്റത്. ശങ്കർ നഗറിൽ വെച്ചായിരുന്നു സംഭവം. JCB ഉടമസ്ഥനായ പ്രസാദ് JCB വാടകയ്ക്ക് നൽകുന്ന കാര്യം മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു കുത്തേറ്റത്. അങ്ങനെ അമ്മ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ചോദിച്ചിട്ട് നീ കിറ്റയച്ച് തരാന്ന് പറഞ്ഞിട്ട് അപ്പം പറഞ്ഞു, അയ്യോ ചേച്ചിൻ്റെ അണ്ണൻ്റെ നമ്പർ ഇല്ല എൻ്റെ പോയി, ഞാൻ സേവ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്പർ പറയുമെന്ന് പറഞ്ഞ് അവൻ ഇങ്ങോട്ട് നടന്നു വന്ന് ഇവിടെ നിന്ന് നമ്പർ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചേട്ടനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നും വേണോ അത് നാളെ മതിയാന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പം സുനിൽ അതുവഴി ബൈക്കിൽ വന്നിട്ട് നീ എന്തിനാ എൻ്റെ വീട്ടിൽ കയറി വന്നെന്ന് ചോദിച്ചു. അവൻ നിൻ്റെ വീട്ടിൽ ഞാൻ വന്നില്ല എന്ന് പറയുന്നു. അവൻ ബേക്ക് നിന്തര വലിച്ചൂരി അവൻ്റെ കഴുത്തിൽ വീശി. തിന്നത് കണ്ടില്ല, വാളെടുത്ത് ഇങ്ങനെ വീശി. അത് കഴിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളയും എന്താ ചെയ്ത സമയത്തിൽ അത് ഊരിത്തെറിച്ച് അതിൻ്റെ ഒരു കമ്പി കഷ്ണം. അതങ്ങനെ ഞാൻ അങ്ങോട്ട് നോക്കി. അപ്പോൾ രണ്ടുപേരെയും ഫോൺ അപ്പുറം തെറിച്ച് വീണു. അതിങ്ങനെ ഞാൻ എന്തൊരു തെറിക്കുന്നെങ്കിൽ നോക്കിയ സമയത്ത് കാണാം സുനിൽ ഓടുന്നതാണ് ഇതിനെ ഞാൻ കാണുന്നത്. അപ്പോൾ അവൻ്റെ പിറക്കെ ഒരു തടി എടുത്തുകൊണ്ട് ഇവിടെ കിടന്നൊരു തടി എടുത്തുകൊണ്ടില്ല, അതുവരെ പോയപ്പോൾ അവൻ അവിടെ വീണു. പ്രസാദും സുനിലും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. കുത്തേറ്റ പ്രസാദിനെ ഉടൻ തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട സുനിൽ ഒളിവിലാണ്.
സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്ന പ്രസാദ് അടുത്തിടെയാണ് JCB വാങ്ങിയത്. തുഷാരയാണ് പ്രസാദിന്റെ ഭാര്യ. സാരംഗി മകളാണ്. കടയ്ക്കൽ CI പ്രദീപ് കുമാർ ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ ചെങ്കോട്ട ഗേജുമാറ്റ ജോലികൾ ഡിസംബറിൽ പൂർത്തിയാകും എന്ന MPയുടെ പ്രസ്താവന പാഴ്വാക്കാകാൻ സാധ്യത. പലയിടങ്ങളിലും നിർമ്മാണ ജോലികൾ പകുതി പോലും പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പത്രസമ്മേളനം നടത്തിയാണ് MP NK പ്രേമചന്ദ്രൻ ഗേജുമാറ്റ ജോലികൾ ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇടമൺ മുതൽ ആര്യങ്കാവ് വരെ പാതയിലൂടെ സന്ദർശിച്ചാൽ ഏതൊരാൾക്കും ഇതിൽ സംശയം തോന്നാം. കാരണം പ്രധാന കണ്ണറപ്പാലങ്ങളുടെയും കിടങ്ങുകളുടെയും സ്റ്റേഷനുകളുടെയും ഒക്കെ പണി ഇനിയും പൂർത്തിയാകാനുണ്ട്. കൂടാതെ തെമ്മല MSL ഭാഗത്ത് പുതിയ തുരങ്കത്തിന്റെ പണി ഇതുവരെയും ആരംഭിച്ചിട്ട് കൂടിയില്ല. ഒപ്പം MSL ദേശീയപാതയോരത്ത് ചേർന്ന് പുതുതായി നിർമ്മിക്കുന്ന ഒറ്റത്തൂണിന്റെ മൺവേരകൾ ആരംഭിച്ചിട്ടേയുള്ളൂ. പാറ പൊട്ടിക്കൽ പണികൾ പലതും നടന്നു വരുന്നുണ്ടെങ്കിലും പ്രദേശവാസികളുടെ പരാതി മൂലം പലയിടത്തും നിരവധി തവണ പണികൾ നിർത്തിവെക്കേണ്ടി വന്നു. ഇത് ഗേജുമാറ്റ ജോലികളുടെ വേഗം കുറച്ചു. 2010 2 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാണ് ഗേജുമാറ്റ ജോലികൾ ആരംഭിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 19 5 വർഷം പൂർത്തീകരിച്ചു. എന്നാൽ ഇനിയും ഒരു 5 കൊല്ലം കൂടി വേണ്ടിവരും എന്നാണ് നിലവിലെ അവസ്ഥ. എന്നാൽ 2017 മാർച്ചോടുകൂടി പുനലൂർ ചെങ്കോട്ട പാതയിൽ ട്രെയിൻ ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ മുൻപ് അറിയിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പൊതുസമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയ്ക്കും ആഘോഷ പരിപാടികൾക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ചെയർമാനും തഹസിൽദാരുമായ B ശശികുമാർ അറിയിച്ചു. പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിവിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾക്ക് ഇല്ലാതിരുന്ന ക്രോസ് കൺട്രി മത്സരം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചൽ ടൗണിൽ നിന്നും പുനലൂർ വരെയാണ് ക്രോസ് കൺട്രി നടത്തുന്നത്. രാവിലെ 8:30 പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ MLA K രാജു പതാക ഉയർത്തും. തുടർന്ന് ഘോഷയാത്ര ജില്ലാ ജഡ്ജി AK ഗോപകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് വിവിധ വിദ്യാലയങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ടൗൺ ചുറ്റി ചെമ്മന്തൂരിൽ സമാപിക്കും. രാവിലെ 9 മണി മുതൽ ഘോഷയാത്ര നടത്തുന്ന ഘോഷയാത്ര ജില്ലാ ജഡ്ജി MACT ജഡ്ജി ശ്രീ AK ഗോപകുമാർ അവർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതും അതിനോടനുബന്ധിച്ച് ബാല്യമേളം, മുത്തുകുട, നെച്ചല ചാരദൃശ്യങ്ങൾ, ഗ്രാമീണ കലാരൂപങ്ങൾ, ചെണ്ടമേളം, പമ്പമേളം, ഡാസിഡോൾ, ശിങ്കാരിമേളം തുടങ്ങിയ ഐറ്റംസ് ഘോഷയാത്രയിൽ അണിനിരക്കുന്നതുമാണ്. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷൻ MA രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനാവും. ഉപാധ്യക്ഷ K പ്രഭ മുഖ്യപ്രഭാഷണം നടത്തും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 10 നടന്ന കായിക മത്സരം താലൂക്ക് സമാജം സ്കൂൾ മാനേജർ N മഹേശൻ ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച 9 ആരംഭിക്കുന്ന കലാമത്സരവും ജനപ്രതിനിധി സംഗമവും ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജനകീയ യാത്രയ്ക്ക് ഫെബ്രുവരി 15 അഞ്ചലിൽ സ്വീകരണം നൽകും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജനകീയ യാത്രയ്ക്ക് ഫെബ്രുവരി 15 അഞ്ചലിൽ സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം KR ചന്ദ്രമോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPI നേതാക്കളായ PS സുബാൽ, അഡ്വക്കേറ്റ് K രാജു MLA, M സലീം, C അജയപ്രസാദ്, അഡ്വക്കേറ്റ് സജിലാൽ, രാധാകൃഷ്ണൻ, ലിജു ജമാൽ എന്നിവർ സംസാരിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPIയും LDFും സജ്ജമായി കഴിഞ്ഞുവെന്നും കേരളത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ LDF അധികാരത്തിലേറുമെന്നും KR ചന്ദ്രമോഹൻ പറഞ്ഞു. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ CPI തന്നെയാണ് LDF പാനലിൽ മത്സരിക്കുന്നതെന്നും ഇലക്ഷൻ പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ് 15 നടക്കുന്നതെന്നും KR ചന്ദ്രമോഹൻ അഭിപ്രായപ്പെട്ടു. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPI നമുക്ക് വലിയ സംശയമൊന്നും പുനലൂരിലെ സ്വരാജ്യങ്ങളുണ്ടാവില്ല. പുനലൂരിൽ LDFിനെ പ്രതിനിധീകരിച്ച് CPI തന്നെയാണ് മത്സരിക്കുന്ന രാഷ്ട്രീയം. വലിയ സംശയമൊന്നുമില്ല. പുനലൂരിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന പാർട്ടി
ഈ ജാഥക സ്വീകരണത്തോടെ പരിപാടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സംസ്കാരം. ലൈവ് വാർത്ത അഞ്ചൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജുവല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജുവല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭദ്രോത്സവം മാർച്ച് 4, 5, 6 തീയതികളിൽ. കെട്ടുകാഴ്ചകളും വൈദ്യുത ദീപാലങ്കാരവും സാംസ്കാരിക ഘോഷയാത്രയും ക്ഷേത്രകലാസന്ധ്യയും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ ഉത്സവ ദിവസങ്ങളിൽ വിവിധ സമ്മേളനങ്ങളും സെമിനാറുകളും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനവും ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ സാദരം കൊടുമുട്ടിലമ്മയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇടമൺ ചിറ്റാലംകോട് എക്സ്പ്ലോസീവ് മാഗസിന് വേണ്ടി കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകേണ്ടതില്ലെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. കരുനാഗപ്പള്ളി ആസ്ഥാനമായ ട്രാവൻകൂർ ഏജൻസീസ് എന്ന കമ്പനിയാണ് ഇടമൺ ചിറ്റാലംകോട് എക്സ്പ്ലോസീവ് മാഗസിന് വേണ്ടിയിട്ട് കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്തിൽ അനുമതിക്കായി എത്തിയത്. എന്നാൽ വെള്ളിയാഴ്ച ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ അജണ്ട ഉൾപ്പെടുത്തി കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകേണ്ടതില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയും ഇതേ തീരുമാനം തന്നെയായിരുന്നു എടുത്തിരുന്നത്. എക്സ്പ്ലോസീവ് മാഗസിൻ ഇവിടെ വരുന്നതിനോട് പ്രദേശത്തെ ജനങ്ങൾക്കുള്ള എതിർപ്പ് കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ പറഞ്ഞു. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന അവസരത്തിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല അഴിമതി ആരോപണങ്ങളും UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും അതിന് പ്രതിയായിട്ടത്തിൽ അത്തരത്തിലുള്ളൊരു അഴിമതി ഉന്നയിക്കപ്പെട്ട ആൾക്കാർ തന്നെ അത് തീർച്ചയായും തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ അത്തരത്തിൽ LDFന്റെ നേതാക്കളിനെ ആരും തന്നെ വെടിമരുന്നുശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതി ഇന്ന് നമ്മളത് നമ്മുടെ കമ്മിറ്റിയിൽ അജണ്ടയായി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ തീരുമാനമെടുത്തത്. എന്തായാലും നമ്മുടെ പഞ്ചായത്തിൽ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വെടിമരുന്നശാലയുടെ നിർമ്മാണം അല്ലെങ്കിൽ ആ വെടിമരുന്ന് ശാലയ്ക്ക് പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലൊരു പെർമിറ്റ് നൽകേണ്ടതില്ല എന്നാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഒന്നായിട്ട് എടുത്തിട്ടുള്ള തീരുമാനം. എന്നാൽ സംഭരണശാലയുടെ കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ LDF നേതാക്കൾ കോഴ വാങ്ങിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയെന്ന് ആരോപണം ഉയർത്തിയിരുന്നു. LDF അധികാരത്തിലെത്തിയാൽ കെട്ടിട നിർമ്മാണത്തിന് കമ്പനിക്ക് അനുമതി നൽകാമെന്ന വ്യവസ്ഥയിലാണ് കോഴ കൈപ്പറ്റിയതെന്നും ശശിധരൻ ആരോപിച്ചിരുന്നു. എന്നാൽ നിലവിലെ LDF ഭരണസമിതി അനുമതി നിഷേധിച്ചതോടെ ശശിധരന്റെ ആരോപണം പൊളിഞ്ഞുവെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം A. ജോസഫ് പ്രതികരിച്ചു. പടക്ക നിർമ്മാണ സംഭരണശാലയുടെ അനുമതി ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയായി വരികയും അത് പഞ്ചായത്ത് കമ്മിറ്റി പരിശോധിക്കുകയും ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ
ഒരു പൊതുവികാരം മാനിച്ചുകൊണ്ട് അതിന് അനുമതി നൽകണ്ട എന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് കുറെ വിവാദങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ അത് എല്ലാം അടിസ്ഥാനരഹിതമായി, അതുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ചൊന്നും ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അഴിമതികൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇപ്പോഴത്തെ പുതിയ ഭരണസമിതിയുടെ മുമ്പിൽ അങ്ങനെയുള്ള ഒരു വിഷയമൊന്നും പുതിയ വന്നിട്ടില്ല. നിലവിൽ നേരത്തെ എന്തെങ്കിലും ഇതുമായി സംബന്ധമായ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി കാണണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിക്കാനുള്ളത്. എന്തായാലും പഞ്ചായത്ത് വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യത്തെ കാണുകയും ആ പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ആ ഗ്രാമസഭയിൽ അവർ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ വളരെ ഗൗരവത്തോട് കണ്ട് അതിന് ഉതകുന്ന നിലയിൽ അതിന് അർഹമായ ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ തന്നെയാണ് ആ നിർമ്മാണശാലയുടെ പെർമിറ്റുകൾ നിരസിച്ചുകൊണ്ട് ഇന്ന് തീരുമാനം എടുത്തിട്ടുള്ളത്. അതേസമയം അഴിമതി ആരോപണത്തെ ഗൌരവമായി കാണുന്നുവെന്നും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശ്രമം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ താൻ പുറത്തു കൊണ്ടുവന്ന കോഴ ഇടപാടിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതെന്നും സംഭവത്തിലെ LDF-ലെ ചില നേതാക്കൾ പണം കൈപ്പറ്റി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറഞ്ഞു. വെടിമരുന്ന് സംഭരണശാല നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദത്തിന് വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് അപേക്ഷ നൽകിയിരുന്നത്. പഴയ ഭരണസമിതി അക്കാര്യത്തിൽ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനം മാത്രമാണ് സ്വീകരിച്ചത്. അവിടെ പൊതുപ്രവർത്തകരെ നിർത്തി, പ്രത്യേകിച്ചും CPI-യുടെയും CPM-ന്റെയും നേതാക്കന്മാർ നിർത്തി, ശ്രീ കോമളകുമാറിന്റെയും ചന്ദ്രാനന്ദന്റെയും നേതൃത്വത്തിൽ ജനങ്ങൾ, അതോടൊപ്പം തന്നെ ആനവട്ടമംഗൽ വാർഡ് മെമ്പർ ശ്രീമതി വിജയകുമാരിയുടെ നേതൃത്വത്തിൽ കുറെ ജനങ്ങൾ, അങ്ങനെ ആ പ്രദേശത്തുള്ള ചിറ്റാലങ്കോട് കെട്ടിടം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള 140ഓളം പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി അത് റിജക്ട് ചെയ്യാൻ തീരുമാനമെടുത്തത്. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ, പ്രത്യേകിച്ചും ജനങ്ങളുടെ ഏറ്റവും വലിയ ആശാകേന്ദ്രമായ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജനതാല്പര്യമാണ് മുൻനിർത്തിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേകമായ താല്പര്യങ്ങളുണ്ടാകാം. പക്ഷെ ആ താല്പര്യങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജനപക്ഷത്തു നിന്നുള്ള തീരുമാനം എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ എന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി അത് റിജക്ട് ചെയ്തത്. പക്ഷേ ചില ആളുകൾ, അതിനകത്ത് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെ കുറിച്ച് പറയാം, ചില മെമ്പർമാർ ഇവർക്ക് ഇത്തരത്തിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഇവിടെ ഈ ജനതാല്പര്യത്തിന് എതിരായിട്ടുള്ള നിലപാടെടുക്കുന്നതിനുള്ള ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് UDF-ന്റെ ഭരണസമിതിയുടെ നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ പൊതുസമക്ഷത്തിൽ അറിയിക്കുകയും പൊതുജനങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കുകയും പൊതുജനങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതിന്റെ ഒരു അനന്തര ഫലമാണ് പിന്നീട് ചിറ്റാലങ്കോട് നിവാസികൾ ആനവട്ടമംഗൽ ഗ്രാമസഭയിൽ കൂടുകയും ആ ഗ്രാമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് അനുമതി നൽകരുത്, പഞ്ചായത്ത് മുൻ ഭരണസമിതി എടുത്ത തീരുമാനത്തിനോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾ ആ ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ഐക്യകണ്ഠേന പാസാക്കിയതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇതിനെതിരായിട്ടുള്ളൊരു നിലപാടെടുത്താൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നത് കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് ചില പഞ്ചായത്ത് മെമ്പർമാർ വാശിയോടുകൂടി, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വാശിയോടുകൂടി ഇതിന് അനുവാദം കൊടുക്കണം എന്നുള്ള നിലപാടിൽ നിന്ന് മാറി ഐക്യകണ്ഠേന മുഴുവൻ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് റിജക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായത്. ഇത് ആനവട്ടമംഗൽ മേഖലയിൽ ജനങ്ങളെ സംബന്ധിച്ചുള്ള വിജയം, ജനങ്ങളുടെ വിജയമാണ്. അവർ ഗ്രാമസഭയിൽ ഉയർത്തിക്കൊണ്ടുവരികയും പ്രത്യേകിച്ചും മറ്റ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കന്മാർ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇതിന് പരാതികൾ നൽകുകയും ഇത് കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ നിവേദനം നടത്തുകയൊക്കെ ചെയ്തതിന്റെയൊക്കെ ഒരു അനന്തര ഫലമാണ് തെന്മല പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. മുൻപ് പറഞ്ഞ ആരോപണങ്ങളെ കുറിച്ചല്ല, മറിച്ച് ഇതിന് അനുവാദം കൃത്രിമ മാർഗത്തിലൂടെ അനുവാദം എടുക്കുന്നതിനും അതിവിടെ സ്ഥാപിക്കുന്നതിനും വേണ്ടി ഒരു ബിസിനസ് മാഫിയ നടത്തിയ ശ്രമങ്ങൾക്ക് കുറച്ചു പേരെങ്കിലും പിന്തുണ നൽകിയിരുന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അത്തരത്തിൽ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ചിറ്റാലങ്കോട് പ്രദേശത്തെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച ഈ ഇത്തരത്തിലുള്ള ഒരു സമീപനം കൊണ്ട് മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതി ശക്തമായ സമ്മർദ്ദത്തിൽ പെടുകയും അതിന് ആവശ്യം അവരെ ഇതിനെതിരായിട്ടുള്ള ഒരു നിലപാട്, ഇത് റിജക്ട് ചെയ്യുന്നുള്ള നിലപാട് കൂട്ടായി എടുക്കാനുണ്ടായത്. എന്നാൽ നിയമാനുസൃതമായ എല്ലാ രേഖകളും ഉണ്ടായിട്ടും കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ അനുമതി നേടിയിട്ടും കെട്ടിട നിർമ്മാണ അനുമതി ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കമ്പനിയുടെ നീക്കമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തെന്മല. അഞ്ചൽ പനയഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അഞ്ചൽ തിരുനാൾ മഹോത്സവം കൊടിയേറി. 29-ന് ഭൂതത്താൻ വിളക്കോടെ ഉത്സവം സമാപിക്കും. അഞ്ചൽ പനയഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അഞ്ചൽ തിരുനാൾ മഹോത്സവം കൊടിയേറി.
29 പ്രസിദ്ധമായ ഭൂതത്താൻ വിളക്കോടെ മഹോത്സവം സമാപിക്കും. എല്ലാ ദിവസവും ഉത്സവ സദ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃക്കൊടിയേറ്റ് കർമ്മം ക്ഷേത്രം തന്ത്രി ഫാനു ഭണ്ഡാരത്തിൽ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നമ്മുടെ ശക്തി ഭക്തിയാണെന്നും അതിന് പ്രാർത്ഥന അനിവാര്യമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പാരിപ്പള്ളി പാമ്പുറം ശ്രീവിഷ്ണുപുരം ക്ഷേത്രത്തിൽ ആനക്കൊട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാരിപ്പള്ളി പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിലെ ആനക്കൊട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥന എന്നത് സഹോദരിമാർ കഴുത്തിൽ അണിയുന്ന ആഭരണം പോലെ ആകർഷകവും അതിലേറെ അഭിമാനത്തിന്റെ അടയാളവുമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭക്തി ആയുധം പോലെ മനുഷ്യന് സുരക്ഷ നൽകുന്ന ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സഹോദരിമാരുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണം പോലെ അതീവ ആകർഷകവും അതിലേറെ അഭിമാനത്തിന്റെ അടയാളവും. ഭക്തി ആഭരണം പോലെ അഭിമാനം പോലെയാണെങ്കിൽ ആ ഭക്തി ആയുധം പോലെ സുരക്ഷ നൽകുന്ന, സ്വയരക്ഷ നൽകുന്ന, ആപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ആയുധം കൂടിയാണ്. 10 ദിവസം നീണ്ടുനിന്ന ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ സമാപിച്ചു. ക്ഷേത്രവും പരിസരവും വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും നടന്നു. ലൈവ് വാർത്ത, അഞ്ചൽ. ചെമ്മന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി ഘോഷയാത്ര 24-ന്, തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി 20-ന് ക്ഷേത്രത്തിൽ കൊടിയേറി. ചെമ്മന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി 24-ന് ഭക്തിസാന്ദ്രമായ കാവടി ഘോഷയാത്ര നടക്കും. കാവടി എഴുന്നള്ളത്ത്, കാവടി അഭിഷേകം, കഞ്ഞിസദ്യ, വിവിധ കലാപരിപാടികൾ, പുല്ലാങ്കുഴൽ കച്ചേരി, നൃത്തനൃത്യങ്ങൾ, ആധ്യാത്മിക പ്രഭാഷണം, നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. 24-ന് രാവിലെ പുനലൂർ തൃക്കോതേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന കാവടി ഘോഷയാത്ര ടൗൺ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, സ്റ്റേഡിയം ജംഗ്ഷൻ, ചെമ്മന്തൂർ വഴി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് 12 മണിയോടെ കാവടി അഭിഷേകം നടക്കും. ഉച്ചയ്ക്ക് 12:30 മുതൽ കഞ്ഞിസദ്യയും നടക്കും. പുനലൂർ പ്രദേശത്തെ ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രമാണ്. കഴിഞ്ഞ 65 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈ പ്രദേശത്ത് ആകെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ സുബ്രഹ്മണ്യന്റെ ഉള്ളത് ആകെ ഈ ക്ഷേത്രത്തിൽ മാത്രമാണ്. ഇവിടെ എല്ലാ വർഷവും തൈപ്പൂയമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വർഷം ജനുവരി മാസം 24-ാം തീയതി തൈപ്പൂയം ഭൂരിപൂർവ്വം നമ്മൾ ആഘോഷിക്കുന്നു. അതിന് കാവടി ഘോഷയാത്ര വളരെ എഴുന്നള്ളത്ത് വളരെ ഗംഭീരമായ രീതിയിൽ നടത്തി വിജയിപ്പിക്കുന്നതിന് എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ സാദരം ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ഫ്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. സംരക്ഷിക്കാൻ ആളില്ലാതെ മാനസിക രോഗിയായ 65-കാരി ദുരിതത്തിൽ. കടയ്ക്കൽ സ്വദേശിനി ആനന്ദവല്ലിയാണ് സംരക്ഷിക്കാൻ ആളില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്.
മാനസികാസ്വാസ്ഥമുള്ള 65-കാരി സംരക്ഷിക്കാനാളില്ലാതെ ദുരിതമനുഭവിക്കുന്നു. കടക്കൽ വളവുതെങ്ങിൽ അടിപ്പാറ ചരിവിളപ്പൊത്തൻ വീട്ടിൽ ആനന്ദവല്ലിയാണ് സംരക്ഷിക്കാനാളില്ലാതെ ദുരിതത്തിലായത്. ഇവരുടെ ബന്ധു കുറച്ചുകാലമായി ഇവർക്ക് കൂട്ടായി ഉണ്ടായിരുന്നെങ്കിലും സുഖമില്ലാത്തതിനാൽ കഴിഞ്ഞ 5 ദിവസമായി ഇവർ ഇവിടെ നിന്നും പോയി. കഴിഞ്ഞ 5 ദിവസമായി പ്രദേശവാസികൾ നൽകുന്ന ആഹാരമാണ് ആനന്ദവല്ലി കഴിക്കുന്നത്. 25 സെന്റ് സ്ഥലവും വീടും ആനന്ദവല്ലിക്ക് സ്വന്തമായി ഉണ്ടെങ്കിലും സംരക്ഷിക്കാൻ ആരുമില്ല. ഇതിന് ഇത്തിരി സ്വത്തുവകകളൊക്കെ ഉണ്ട്. ഒരു 10-25 സെന്റ് സ്ഥലം ഇതിവിടെ കാണുന്ന ഇതിനുള്ളതാണ്. അപ്പൊ അവരെ അന്ന് സഹോദരന്മാര് ചേർന്ന് 10-20 വർഷത്തിന് മുമ്പ് എഴുതി വെച്ചതാണ്. അപ്പൊ ഇവരെ നോക്കുന്നതിന് കൂലിയായിട്ട് ജ്യേഷ്ഠത്തിക്ക് ഇവരെയാണ് ആദ്യം ഭരിക്കുകയാണെങ്കിൽ ജ്യേഷ്ഠത്തിക്ക് അത് കിട്ടും. മറിച്ച് ജ്യേഷ്ഠത്തിയാണ് ആദ്യം ഭരിക്കുകയാണെങ്കിൽ ഇവരുടെ പേർക്ക് തിരിച്ചു പോകും. ഏറെ അകലെയല്ലാതെ ഇവരുടെ ബന്ധുക്കൾ താമസമുണ്ടെങ്കിലും ചില കാരണങ്ങളാൽ ഇവരുടെ സംരക്ഷണം കൂടി ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അത്രേ അവർ. ഇവിടെ പരിസരത്തുള്ളത് അവർ രണ്ടുപേരുടെടുത്തും വിളിച്ച് പറഞ്ഞു. അപ്പൊ അവർക്ക് നിർത്താൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അവർക്ക് കെട്ടിക്കാനുള്ള പെൺമക്കളെല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരെണ്ണത്തിനെ നിർത്തിക്കഴിഞ്ഞാൽ കെട്ടിച്ചയക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതാണ് അവർ ഈ തടസ്സവാദം പറയുന്നതല്ല, മറ്റൊന്നുമല്ല. വാർഡ് മെമ്പറെ വിവരമറിയിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. തുടർന്ന് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS ബിജുവിനെ വിവരം അറിയിച്ചു. ബന്ധുക്കൾ ആരും ഏറ്റെടുത്തില്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ഇവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചതായി നാട്ടുകാർ പറയുന്നു. വാർഡ് മെമ്പറെ അറിയിച്ചു, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചു. പ്രസിഡന്റ് പറഞ്ഞത് നമുക്ക് ഗാന്ധി ഭവനില് ഉണ്ടാക്കത്തക്ക പരിപാടികൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. നവീകരിച്ച കെ ഗോവിന്ദൻ നായർ സ്മാരക പവലിയന്റെയും പത്തനാപുരം താലൂക്ക് സമാജം സ്പോർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സ്മാരക പവലിയൻ അഡ്വക്കേറ്റ് കെ രാജു MLA-യും സ്പോർട്സ് ക്ലബ് നഗരസഭാ ചെയർമാൻ MA രാജഗോപാലും ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ അധീനതയിൽ നവീകരിച്ച കെ ഗോവിന്ദൻ നായർ സ്മാരക പവലിയന്റെയും പത്തനാപുരം താലൂക്ക് സമാജം സ്പോർട്സ് ക്ലബിന്റെയും സ്റ്റേഡിയത്തിന്റെയും ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച സംഘടിപ്പിച്ചത്. ഉച്ചകഴിഞ്ഞ് 3:30 നടന്ന പൊതുസമ്മേളനത്തിൽ പവലിയന്റെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. സ്റ്റേജും അല്ലെങ്കിൽ ഈ പവലിയൻ ഒട്ടാകെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അത് സൂക്ഷിക്കാനോ സംരക്ഷിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊട്ടും തെറ്റായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ തന്നെ ഇതിനകത്ത് കയറിയാൽ വളരെ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പവലിയനാണ്. പക്ഷേ അതൊന്നും തന്നെ ഉപയോഗിക്കാൻ കൊള്ളാത്ത നിലയിലായിരുന്നു എന്നുള്ളത് ഇവിടെ സ്ഥിരമായി വരുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ്. എന്നാൽ അതിന് പൂർണ്ണമായി മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് കൃത്യമായ കണക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പവലിയൻ മൊത്തത്തിൽ ഗ്രൗണ്ടിന്റെ ചുറ്റുമുള്ള ആ കാമ്പൗണ്ട് വാൾ ഉൾപ്പെടെ ഇവിടെ വലിയൊരു നിർമ്മാണ പ്രവർത്തനമാണ് പൂർത്തീകരിച്ചത്. ഗോവിന്ദൻ നായർ സാറിന്റെ പേരിൽ ഉള്ള പവലിയനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരിലുള്ള പവലിയൻ നേരത്തെ ഇവിടെ കിടന്നതുപോലെ കിടന്നാൽ അത് നമുക്ക് എല്ലാവർക്കും അപമാനമാണ്, സാറിനും അപമാനമായി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിപ്പോ അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ തന്നെ ഈ പവലിയൻ പുനരുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഉള്ള ഈ പവലിയൻ നാട്ടുകാർക്ക് തുറന്നുകൊടുക്കാൻ കഴിയുന്നതിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയുന്നതിൽ അങ്ങേയറ്റം സന്തോഷമാണുള്ളത്. സ്റ്റേഡിയത്തിന്റെയും സ്പോർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഇന്ന് വരെ പുനലൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും പുനലൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വകയിൽ എന്ത് നാടിന് സംഭാവന ചെയ്തു എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ ഈ 100 വർഷം പാരമ്പര്യമുള്ള ഈ മഹത്തായ സ്ഥാപനം ബഹുജനങ്ങൾക്കായി വീണ്ടെടുത്ത ഒരു വലിയ നിയമ പോരാട്ടത്തിനും ബഹുജന മൂവ്മെന്റിനും നേതൃത്വം അല്ലെങ്കിൽ അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ സ്കൂൾ വീണ്ടെടുത്തതാണ് ഒരുപക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നില ആ പ്രക്രിയയിൽ പങ്കാളിയായതാണ് ഏറ്റവും വലിയ ഒരു സംഭാവന ഈ നാടിന് എന്റേതായിട്ട് നൽകിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
തീർച്ചയായിട്ടും നമുക്കറിയാം ഈ സ്കൂളിലെ തെരഞ്ഞെടുപ്പ് നടത്താനേ കഴിയില്ല. അതിനേക്കാൾ ഇപ്പോൾ രാജു സാറിന് അവരുടെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇത്രയും ചെയ്തിട്ടും 2 കോടിയിലധികം രൂപ അക്കൗണ്ടിലുണ്ട്. കാലാവധി തീരുമ്പോൾ ഒരു 3 കോടി രൂപയെങ്കിലും സാധാരണഗതിയിൽ അക്കൗണ്ടിൽ കാണും. പക്ഷേ ഈ സമാജത്തിന് തൊട്ടു മുമ്പ് എന്തായിരുന്നു പ്രശ്നം? പൈസ അക്കൗണ്ടിൽ കാണില്ല എന്ന് മാത്രമല്ല, ഈ പൈസ ആവിയായി പോകും, കോടിക്കണക്കിന് രൂപ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് ഈ സ്കൂള് വീണ്ടെടുപ്പിന്റെ ഈ കഥകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ താലൂക്ക് സമാജം ഭരണസമിതി എന്ത് സൽപ്രവർത്തി ചെയ്താലും വളരെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. ചടങ്ങിൽ താലൂക്ക് സമാജം സ്കൂൾ മാനേജർ എൻ മഹേശൻ അധ്യക്ഷനായി. താലൂക്ക് സമാജം പ്രസിഡന്റ് NB ജോൺ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി അശോക് B വിക്രമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാനും കൌൺസിലർമാർക്കും സ്വീകരണവും നൽകി. ശ്രീമതി B സുജാത, മുനിസിപ്പൽ കൌൺസിലർ ശ്രീ R. താലൂക്ക് സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം C വിജയകുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം നവീകരിച്ചതിൽ വൻ അഴിമതി നടന്നതായി ആരോപണം. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഉപയോഗശൂന്യമായ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കാടുവെട്ടുകയാണ്. നവീകരണ പ്രവർത്തനങ്ങൾക്കായി 45 ലക്ഷം രൂപ ചെലവഴിച്ച കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം ഉപയോഗശൂന്യമായി നശിക്കുന്നു. ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിപ്പാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതി കാലത്താണ് ആധുനിക രീതിയിലുള്ള ട്രാക്ക്, കോർട്ട്, ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയ്ക്കായി 45 ലക്ഷം രൂപ മുടക്കാൻ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അനുമതി നൽകിയത്. നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിൽ മണ്ണിറക്കി കുറെ കൂനകൾ സൃഷ്ടിക്കുകയും അശാസ്ത്രീയമായ രീതിയിൽ ചുറ്റുമതിൽ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ചുറ്റുമതിൽ കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ തകർന്നു വീഴുകയും ചെയ്തു. സ്റ്റേഡിയത്തിൽ മുഴുവൻ മൺകൂനകളായതിനാൽ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ഇവിടെയെല്ലാം കാട് വളർന്നു കയറി. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് കഴിഞ്ഞ 4 ദിവസമായി കാട് വെട്ടിത്തെളിപ്പാണ് ഇവിടെ നടക്കുന്നത്. സ്റ്റേഡിയം നിർമ്മാണത്തിലെ അപാകതയ്ക്കും അഴിമതിക്കുമെതിരെ ശക്തമായ പ്രതിഷേധമുള്ള സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ കാടുവെട്ട്. JCB ഉപയോഗിച്ച് മൺകൂനകൾ ഇടിച്ചു നിരപ്പാക്കിയാൽ കാട് നശിക്കുകയും സ്റ്റേഡിയം അല്പമെങ്കിലും ഉപയോഗപ്രദമാവുകയും ചെയ്യും. എന്നാൽ അതിന് തയ്യാറാകാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണി ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ലൈവ് വാർത്ത, കടയ്ക്കൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടയ്ക്കൽ കുത്തേറ്റ് മരിച്ച യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു. പ്രതി ഒളിവിൽ. ഇടമൺ ചിറ്റാലങ്കോടുള്ള എക്സ്പ്ലോസീവ് മാഗസിന് ഗ്രാമപഞ്ചായത്ത് കെട്ടിട നിർമ്മാണ അനുമതി നിഷേധിച്ചു. തീരുമാനം ഐക്യകണ്ഠേന. താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെമ്മന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ഘോഷയാത്ര 24-ന്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.